ലിപ്പി ചേച്ചി മനുച്ചേട്ടനും തല്ലു പിടിക്കാറുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മോള് നേരിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു കേട്ടോ. കാരണം വീഡിയോയിൽ നമ്മൾ ഭയങ്കര സ്നേഹമാണല്ലോ. ഇവിടെ ഇടയ്ക്ക് ഇടിയൊക്കെ വീഴാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചട്ടിങ്കലം കാറ്റത്ത് പറക്കാറുണ്ടെന്ന് അർത്ഥം. അപ്പം തന്നെ മാറുകയും ചെയ്യും കേട്ടോ. കുറേ നേരമൊന്നും വഴക്കിട്ട് ഞങ്ങൾ അങ്ങനെ നിൽക്കാറില്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ കിച്ചണിലേക്ക് വന്നിരിക്കുന്നത് ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ടാണ്. ഇന്ന് ഒരുപാട് പാത്രങ്ങൾ സിങ്കിൽ കഴുകാനുണ്ടാവരുത്. അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടല നേരത്തെ വേവിച്ച് വെച്ചു. അതായത് സവാള, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളിട്ട് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം അതെടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഉള്ളി ഒന്ന് മൊരിയിച്ചിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ച് ഈ വേവിച്ച് വെച്ച കടലയിട്ടു സെറ്റാക്കി എടുത്തു. കടലക്കറി റെഡി. അച്ചിങ്ങ മെഴുക്കുവരട്ടിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അച്ചിങ്ങ നമ്മൾ നേരത്തെ തന്നെ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും മുളകും മൊരിയിച്ചിട്ട് അച്ചിങ്ങ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. കുറച്ച് വേപ്പില ഇട്ടിട്ട് ഇളക്കി കൂട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങ മെഴുക്കുവരട്ടി സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. പാൽ ചായക്കുള്ള പാലല്ല, വെള്ളമാണ് ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചത്. വെള്ളം ഇച്ചിരി തിളച്ച് വന്നപ്പോഴത്തേനും അതിൽ നിന്ന് കുറച്ച് വെള്ളം എൽസുവിൻ്റെ ഈന്തപ്പഴം കുതിരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ചായ ആക്കി എടുത്തു കേട്ടോ. പാലൊഴിച്ചിട്ട് എൽസു എണ്ണീറ്റ് വന്നു, ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അവൾക്ക് ഏട്ടൻ്റെ പഠിക്കാനുള്ള ബുക്ക് വേണം, ചേട്ടൻ എടുക്കണം, ഞാൻ എടുക്കണം. അങ്ങനെ കുറച്ച് നേരം അവളെ എടുത്തൊന്ന് കളിപ്പിച്ച ശേഷം ബാക്കിയുള്ള പണികളിലേക്ക് അങ്ങ് പോയി. ജോക്കൂട്ടൻ ഇന്ന് പരീക്ഷ കൊടുക്കുകയാണ്. ഇന്ന് അവന് മോറൽ സയൻസും ജി കെ ആണ് കേട്ടോ. നിങ്ങളുടെ മക്കൾക്കൊക്കെ എക്സാം തുടങ്ങിയോ? ഓണം ഇങ്ങോട്ട് ആവാറായില്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ? പാത്രങ്ങൾ ഒരുപാട് കഴുകാനാവരുതെന്നുള്ള ദൃഢപ്രതിജ്ഞ ഞാനങ്ങ് പാലിക്കുകയാണ്. അപ്പം ഉള്ള പാത്രങ്ങൾ അപ്പം കഴുകുന്നുണ്ട്. 2 മുട്ട ഒന്നായി പൊട്ടിച്ച് ഒന്നാക്കി വറുത്ത് 2ആക്കി മുറിച്ച് 2 പേരുടെയും ചോറ്റും പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. 2 പേർക്ക് ഞാൻ കടയും അതേപോലെ അച്ചിങ്ങയും കറികളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജോക്കൂട്ടന് ഇന്ന് സ്നാക്സ് ഞാൻ നട്ട്സ് മാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫ്രിഡ്ജിലിരിക്കുന്ന മാങ്ങ എത്രയും പെട്ടെന്ന് തീർക്കേണ്ടത് കൊണ്ട് അതും കൂടി വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കടലക്കറിയുടെ ഒപ്പം ഞങ്ങൾക്ക് ദോശയാണ് കേട്ടോ. നൈസ് ദോശ വേണമെന്ന് പറഞ്ഞു. നൈസായിട്ട് ഉണ്ടാക്കാൻ നേരമില്ല, പരീക്ഷ ചെയ്തുകൊണ്ട് കുറച്ച് നേരത്തെ എത്തേണ്ടതുണ്ട്. അപ്പോൾ മാങ്ങയും നട്ട്സും ഒക്കെ ഇട്ട് സ്നാക്സ് ബോക്സ് റെഡി.